ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ഇവിടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനെ പറ്റിയിട്ടാണ്. ഇത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും നെക്സ്റ്റ് മൂവിക്ക് വേണ്ടിയിട്ടുള്ളൊരു ലീഡ് നമ്മുടെ ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡ് ഇവിടെ എൻഡിങ്ങിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പടം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വെച്ച് നിർത്തിക്കോ, നമ്മൾ സ്പോയിലറാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് സംഭവത്തിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മിനി ആനിമേഷൻ സംഭവം. അതായത് നമ്മൾ പടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നെഡ് ഒരു സ്പൈഡർ ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്പൈഡർമാൻ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നുള്ള ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്കർ, സ്പൈഡർ ട്രാക്കർ എന്നുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ലാസ്റ്റ് സ്പൈഡർമാൻ്റെ ലൊക്കേഷൻ അൺനോൺ എന്നാണ് പറയുന്നത്. അതായത് എർത്തിനകത്ത് എവിടെയും നമ്മുടെ സ്പൈഡർമാൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ലൊക്കേഷൻ അൺനോൺ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു ആനിമേഷൻ സൂം ഔട്ട് ആവുന്ന സമയത്ത് ഭൂമി മൊത്തത്തിൽ കാണിക്കുന്നുണ്ട്. അതായത് ഭൂമിക്കകത്ത് എവിടെയും നമ്മുടെ സ്പൈഡർമാൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നില്ല. പിന്നീട് ആ ഒരു സ്ക്രീൻ ഒരു സൈഡിലോട്ട് പോകുന്നതിന് ശേഷം നമുക്ക് ഔട്ടർ സ്പേസ് കാണുന്നുണ്ട്. ആ സ്പേസിലോട്ട് പോകുന്ന സമയത്ത് ചെറിയൊരു ഗ്ലിച്ച് വന്നതിന് ശേഷം സ്പൈഡർമാൻ്റെ ആ ഒരു ലോഗോ അവിടെ അപ്പിയർ ആവുന്നുണ്ട്. അതായത് സ്പൈഡർമാനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ലൊക്കേഷൻ അപ്പോഴും അൺനോൺ എന്നാണ് പറയുന്നത്. അതായത് സ്ഥലം എവിടെയെന്ന് അറിയത്തില്ലെങ്കിലും സ്പേസിൽ എവിടെയോ നമ്മുടെ സ്പൈഡർമാൻ എത്തിപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ടീസാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു ആനിമേഷൻ വീഡിയോത്തോടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പലരും പല കാര്യങ്ങളിൽ തെറ്റിദ്ധരിക്കാം. കാരണം ഇത് വേറെ ഏതെങ്കിലും സ്പൈഡർമാൻ ആവാന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കാം. അത് ഞാൻ ഇവിടെ പറയാം. എൻ്റെതായിട്ടുള്ള ഒരു പേഴ്സണൽ തിയറിയാണ്. എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും പടം ഡൂംസ്ഡേ സീക്രട്ട് വാർസോ വരുന്ന സമയത്ത് നമുക്ക് അറിയത്തുള്ളൂ. കാരണം നമ്മുടെ നെഡിന് ടോം ഹോളണ്ട് സ്പൈഡർമാനെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ടോം ഹോളണ്ട് സ്പൈഡർമാൻ തന്നെ ആയിരിക്കാം ആ സ്പേസിൽ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നീട് ഈ ഒരു പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഈ ഒരു പടത്തിനകത്ത് നമ്മുടെ എലീന ബെലോവ എന്നുള്ള ക്യാരക്ടർ, അതായത് പുതിയ ബ്ലാക്ക് വിഡോ ക്യാമിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്യാരക്ടറിനും സ്പൈഡർമാനും തമ്മിൽ നല്ല പരിചയമുണ്ട്, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡൂംസ്ഡേയിൽ മിക്കവാറും നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാനെ എലീന വന്ന് വിളിച്ചുകൊണ്ട് പോകാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ ഡൂംസ്ഡേയുടെ ട്രെയിലറിലും കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് അവഞ്ചേഴ്സ് എല്ലാം സ്പേസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ കൂട്ടത്തിൽ നമ്മുടെ എലീന അല്ലെങ്കിൽ ന്യൂ അവഞ്ചേഴ്സിന്റെ കൂട്ടത്തിൽ സ്പൈഡർമാൻ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അറിയത്തില്ല, ഇനി ഡൂംസ്ഡേയിൽ അഥവാ ഇല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ലൊക്കേഷൻ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ചിലപ്പം ബാറ്റിൽ വേൾഡ് ആവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ബാറ്റിൽ വേൾഡ് ആവാനുള്ള സാധ്യത ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഡ് എന്നുള്ളത് ഭൂമിയിലുള്ള ഒരു കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ വെച്ചിട്ടായിരിക്കണം മിക്കവാറും ഈ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഔട്ടർ സ്പേസ് അല്ലെങ്കിൽ വേറൊരു റിയാലിറ്റി തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് അവിടുത്തെ സ്പൈഡർമാനെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ടെക്നോളജി നെഡ് ഉണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. പക്ഷേ അത് അത്രയും വലിയ ഹെവി സംഭവങ്ങളിലോട്ട് പോകാൻ സാധ്യതയില്ല. പക്ഷേ എന്തായാലും സ്പേസിൽ അല്ലെങ്കിൽ ഒരു സ്പേസ് ഷിപ്പിനകത്ത് നമ്മുടെ ന്യൂ അവഞ്ചേഴ്സിന്റെ കൂടെ ഡൂംസ്ഡേക്കകത്ത് സ്പൈഡർമാൻ സ്പേസിലുള്ളതായിരിക്കാം മിക്കവാറും ഇതിനകത്ത് ട്രാക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും തിയറീസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഇതിലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.